വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറയ്ക്കാനുള്ള ബഡ്ജറ്റ് നിർദ്ദേശത്തിനെതിരെ ശക്തമായ വിമർശനമുയർത്തുന്ന LDF അധികാരത്തിൽ ഇരുന്നപ്പോൾ വീര്യം കുറഞ്ഞ മദ്യത്തിനായി നടത്തിയത് വിചിത്രമായ നീക്കങ്ങളാണ്. MV ഗോവിന്ദൻ എക്സൈസ് മന്ത്രിയായിരിക്കെ നടത്തിയ നീക്കങ്ങളാണ് പുറത്തുവരുന്നത്. 20% വരെ വീര്യമുള്ള മദ്യം ലഭ്യമാക്കിയാൽ വീര്യം കൂടിയ മദ്യത്തിന്റെ ഉപയോഗം കുറയ്ക്കാൻ സാധിക്കുമെന്ന വിചിത്രവാദമാണ് MV ഗോവിന്ദൻ സബ്ജക്ട് കമ്മിറ്റിക്ക് മുമ്പ് സമർപ്പിച്ച കുറിപ്പിൽ വ്യക്തമായി പറയുന്നത്. ആ ഒരു വിചിത്ര പരാമർശമാണ് ഇപ്പോഴും ചർച്ചാ വിഷയമായി മാറുന്നത്. സംസ്ഥാനത്ത് മദ്യനിരോധനം ഏർപ്പെടുത്തുന്നത് സംബന്ധിച്ച് പഠനം നടത്തിയ ഉദയഭാനു കമ്മീഷൻ അതോടൊപ്പം തന്നെ വീര്യം കൂടിയ മദ്യം ഘട്ടം ഘട്ടമായി കുറച്ചുകൊണ്ട് വീര്യം കുറഞ്ഞ മദ്യത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുവരണമെന്ന് ശുപാർശ ചെയ്തിരുന്നു. സംസ്ഥാനത്ത് നിലവിൽ വിൽക്കുന്ന ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന്റെ വീര്യം 42.86% ഓളിയുമാണ്. ഇതോടൊപ്പം തന്നെ 20% ഓളിയം വീര്യമുള്ള മദ്യം ലഭ്യമാക്കിയാൽ വീര്യം കൂടിയ മദ്യത്തിന്റെ ഉപയോഗം കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും എന്നാണ് സർക്കാർ കരുതുന്നത്. 2022-23 മദ്യനയത്തിൽ 20% ഓളിയം വരെയുള്ള വീര്യം കുറഞ്ഞ മദ്യം വിപണനം നടത്തുന്നതിന് അനുമതി നൽകുന്നതിന് തീരുമാനമെടുത്തിരുന്നു. അതിന്റെ ഭാഗമായി 5% ഓളിയം മുതൽ 20% വരെ വീര്യമുള്ള മദ്യത്തിന് വിൽപ്പന നടത്തുന്നതിന് അനുമതി നൽകുന്നതിനായി വിദേശ മദ്യ ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തുന്നതിനുള്ള ഒരു കരട് ചട്ടം തയ്യാറാക്കിയിരുന്നു. പ്രസ്തുത കരട് ചട്ടം നിയമസഭാ സബ് കമ്മിറ്റിയുടെ പരിഗണനയ്ക്കായി സമർപ്പിക്കുന്ന MV ഗോവിന്ദൻ നിയമസഭാ സബ് കമ്മിറ്റി സമർപ്പിച്ച കുറിപ്പിൽ അന്ന് പറഞ്ഞതാണ്. ഇടത് ഭരണകാലത്ത് പഴങ്ങളിൽ നിന്നുമുള്ള വീര്യം കുറഞ്ഞ മദ്യം വിപണിയിലേക്ക് എത്തിക്കാനാണ് പരിശ്രമിച്ചതെന്ന് നേതാക്കൾ അവകാശപ്പെടുമ്പോഴാണ് വസ്തുത അതല്ല എന്ന് തെളിയിക്കുന്ന വിവരങ്ങൾ പുറത്തുവരുന്നത്. VD സതീശൻ സർക്കാരിന്റെ ബഡ്ജറ്റ് നിർദ്ദേശങ്ങളെ എതിർക്കുന്നതിനായി CPM ഉന്നയിക്കുന്ന വാദങ്ങളെല്ലാം തെറ്റാണ് എന്ന് തെളിയിക്കുന്നതാണ് ഈ വിവരങ്ങൾ. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറയ്ക്കുന്നതിനുള്ള ബഡ്ജറ്റ് പ്രഖ്യാപനത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന നിലപാടിലാണ് VD സതീശൻ ഇപ്പോൾ നിൽക്കുന്നത്. ബഡ്ജറ്റ് നിർദ്ദേശം ചർച്ച ചെയ്യാൻ UDF യോഗം ചേരും. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറയ്ക്കുന്നതിനെ പറ്റി പഠിക്കാൻ UDF പ്രത്യേക സമിതിയെ നിയോഗിക്കാനുള്ള സാധ്യതയുമുണ്ട്. മുന്നണി കൺവീനർ അടൂർ പ്രകാശ് നിലവിൽ ഇപ്പോൾ ആയുർവേദ ചികിത്സയിലാണ്. കൺവീനറുടെ ആയുർവേദ ചികിത്സ കഴിഞ്ഞാലുടൻ മുന്നണി യോഗം വിളിച്ച് സമിതിയെ നിശ്ചയിക്കും. സർക്കാരിലെ ബോർഡ് കോർപ്പറേഷൻ വിഭജനത്തിനായി ബഡ്ജറ്റിന് ശേഷം മുന്നണി യോഗം ചേരാൻ നേരത്തെ തീരുമാനിച്ചിരുന്നു. അതും ഈ ചർച്ചയിലേക്ക് നടക്കാൻ പോവുകയാണ്. വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ നികുതി കുറയ്ക്കൽ പ്രധാന ചർച്ചാ വിഷയമാകും. എന്നാൽ നികുതി പരിഷ്കാരം ധനബില്ലിന്റെ ഭാഗമാക്കി അവതരിപ്പിക്കാനാണ് മുഖ്യമന്ത്രി VD സതീശന്റെ തീരുമാനം. ജൂലൈ 1 ധനബിൽ നിയമസഭയിൽ അവതരിപ്പിക്കാനായിട്ട് പോകുന്നത്.